ടോക്സിക്കിലെ ടീസർ എന്നതിനുള്ള വിമർശനങ്ങൾക്കിടെ ഗീതു മോഹൻദാസിന് പിന്തുണയുമായി റിമ കല്ലിങ്കൽ. ടീസറിലെ രംഗം അശ്ലീലമാണെന്നും ഗീതുവിന്റെ ഇരട്ടത്താപ്പമാണെന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നതിന് ഇടയിലാണ് ഇതിനെതിരെ സംസാരിക്കുന്ന ഒരു കുറിപ്പ് റിമ പങ്കുവച്ചത്. നടിമായ ദീപ്യപ്രഭ, അതുല്യ ചന്ദ്ര തുടങ്ങിയവരും ഈ കുറിപ്പ് പങ്കിട്ടിട്ടുണ്ട്. ആനന്ദം, സദാചാര പ്രതിസന്ധി, പിന്നെ സ്ത്രീകളും എന്ന തലക്കെട്ടുള്ള കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. ലൈംഗികതയുടെയും സ്ത്രീകളുടെയും കേരള സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഡി 0 റിലീസിന് ശേഷം ഒരുപാട് പേർ ട്രോൾ പേജുകളും ഫിലിം പേജുകളടക്കം അതുല്യ ചന്ദ്രനെ വെറും സൈഡാക്കി ഒബ്ജക്റ്റീവായി തരം താഴ്ത്തിയെന്ന് സങ്കടപ്പെടുത്തുന്നതായിരുന്നു. അവൾക്ക് നൽകപ്പെട്ട പേരുകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത് അവ ബോൾഡായത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ തുറന്നു കാണിക്കുന്നത് എന്നതിനാലാണ്. ഏറ്റവും വലിയ തമാശ, ഈ ചർച്ചകളൊന്നും പ്രണവ് മോഹൻലാൽ അപ്രത്യക്ഷനായിരുന്നു എന്നതാണ്. ഏതാണ്ട് അതുല്യ ഈ ഇന്റിമേറ്റ് രംഗം ഒറ്റയ്ക്ക് അഭിനയിച്ചതുപോലെ. ഡി 0 ആ രണ്ടോ മൂന്നോ മിനിറ്റുള്ള സീൻ മാത്രം മതിയായിരുന്നു മലയാളിക്ക് വീണ്ടും സദാചാര പോലീസിന്റെ ബാഡ്ജ് അണിയാൻ. ഇത് തന്നെയാണ് ഓൾ വി ഇമാജിൻ എന്ന ലൈറ്റ് ദിവ്യപ്രയോഗം സംഭവിച്ചത്. ലൈംഗികത എന്നത് നാം എന്തുകൊണ്ട് സ്ത്രീയുമായി മാത്രം ബന്ധിപ്പിക്കുന്നു എന്നത് ചിന്തിപ്പിക്കുന്നതാണ്. ലൈംഗികതയുടെ മുഴുവൻ ധാർമ്മിക ഭാരവും ചുമക്കേണ്ടത് സ്ത്രീ മാത്രമാണോ? ഇപ്പോൾ ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധം അവതരിപ്പിക്കുന്ന രംഗത്തിന്റെ പേര് ടോക്സിക് ടീസറിനെ അശ്ലീലമെന്ന് വിളിക്കുന്നവരിൽ മാധ്യമങ്ങളുമുണ്ട്. പരസ്പര താല്പര്യത്തിൽ അധിഷ്ഠമായ ഒന്ന് എന്നത് വൃത്തികേടാകുമോ? ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീയെ കാണുന്നതിന്റെ ഒബ്ജക്റ്റിഫിക്കേഷനും പ്രോണോഫിയും അവളുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലൈംഗികത തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഒന്നാണെന്ന പോലെ ചിന്താഗതിയുള്ള ചിന്തിക്കുന്ന പുരോഗമന ചിന്തകളുള്ളവരെ കരുതിയ യുവാക്കൾക്ക് പോലും ലൈംഗിക അധാർമികവും സ്ത്രീകൾക്ക് ദോഷകരമാണ്. സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആസ്വദിക്കുകയും അവരുടെ ശബ്ദം ഭാവങ്ങളും അവിടെ വൃത്തികേടായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ മായാനദിയിലും 4 ഇയേഴ്സിലും കണ്ടു. അതിലാരും സ്ത്രീവിരുദ്ധയില്ലെന്ന് വിളിക്കുകയോ അധാർമികം ഉണ്ടെന്ന് പറയുകയോ ഫെമിനിസത്തെ ആക്രമിക്കാൻ തിടുക്കപ്പെടുകയോ ചെയ്തില്ല. ഓർക്കുക, പ്രേക്ഷകരെ തരുമ്പെങ്കിലും പക്വതയുണ്ടെങ്കിൽ ചർച്ച നഗ്നതയോ ലൈംഗികതയെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകൾ സാധിക്കും. നമ്മുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചാണ്. ഈ ലെൻസുകൾ വേർതിരിച്ച് കാണാനും എന്താണ് അടിച്ചേൽപ്പിക്കുന്നത്, എന്താണ് സ്വാഭാവികമെന്ന് വേർതിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രശ്നം നിങ്ങളുടെ സദാചാര ബോധത്തിലാണ്. ആ വ്യത്യാസം മനസ്സിലാക്കില്ലെങ്കിൽ കേരളം ഇന്നും ലൈംഗികത കണ്ട് ഞെട്ടുകയും സ്ത്രീകൾക്ക് മാത്രം വിചാരണ ചെയ്യുകയും യഥാർത്ഥ വസ്തുത കാണാതെ പോവുകയും ചെയ്യും.